ഇവൻ ഈ പണക്കാരന്റെ പോക്കറ്റ് അടിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ അയാൾക്ക് തിരിച്ചു നൽകി. പക്ഷെ അയാൾ ഇവൻ സത്യസന്ധനാണെന്ന് കരുതി ഒരു 100 രൂപ ടിപ്പ് കൊടുത്തു. എന്നിട്ട് ഇവൻ ആ പണം അടുത്തുള്ള ഒരു യാചകയ്ക്ക് കൊടുത്തു. ഇങ്ങനെ തിന്മയെന്ന് തോന്നുന്ന കാര്യത്തിലൂടെ അവൻ നന്മ ചെയ്യുന്നു. യഥാർത്ഥത്തിൽ സാം ഒരു തെരുവു ബാലനെ പോലെ തോന്നിക്കുമെങ്കിലും അതീവ ബുദ്ധിമാനാണ്. രാത്രികാലങ്ങളിൽ പൂട്ടുകൾ പൊളിച്ച് അവൻ മറ്റുള്ളവരുടെ വീടുകളിൽ അതിക്രമിച്ചു കയറുമെങ്കിലും മോഷ്ടിക്കാറില്ല. മറിച്ച് കലയെ സ്നേഹിക്കുന്ന അവൻ ആ ലക്ഷറി വീടുകളുടെ കിടപ്പുമുറികളിൽ അതിശയകരമായ ചിത്രങ്ങൾ വരച്ചിടുകയാണ് ചെയ്യാറ്. ഈ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ സാമിന് 3 ദശലക്ഷം ഫോളോവേഴ്സായി. എന്നാൽ ഒരു രാത്രിയിൽ അവൻ ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ കയറി വലിയൊരു തെറ്റ് വരുത്തിവെച്ചു. അകത്ത് കടന്ന അവൻ ലോക്കറുകളിൽ പണത്തിനു പകരം പെൺകുട്ടികളുടെ ചിത്രങ്ങളും വീടിന്റെ മൂലകളിൽ ഭീകരമായ പീഡന ഉപകരണങ്ങളും കണ്ട് ഞെട്ടി. ജഡ്ജി വളരെ അപകടകരമായ കാര്യങ്ങളിലാണ് ഏർപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ സാം അവിടെ ഒരു രഹസ്യ ബേസ്മെന്റ് വാതിൽ കണ്ട് അതിലേക്ക് നോക്കിയതും ഭയന്ന് വിറച്ച് നിലത്ത് വീണുപോയി. അതേസമയം സാമിന്റെ സാന്നിധ്യം സുരക്ഷാ സിസ്റ്റത്തിലൂടെ അറിഞ്ഞ ജഡ്ജി ജോലിസ്ഥലത്തു നിന്ന് വേഗത്തിൽ വീട്ടിലെത്തിയെങ്കിലും ആരെയും കണ്ടില്ല. എന്നാൽ തന്റെ മുത്തശ്ശന്റെ ചുവർചിത്രം മാറ്റിസ്ഥാപിച്ചത് കണ്ട് അദ്ദേഹത്തിന് സംശയം കൂടി. ഈ സമയം സാം അദ്ദേഹത്തിന് പിന്നിലൂടെ ശബ്ദമുണ്ടാക്കാതെ രക്ഷപ്പെട്ടു പുറത്തിറങ്ങി. ജഡ്ജിയുടെ കണ്ണിൽപ്പെടാതെ നിലത്ത് കിടന്ന് ഒളിച്ചുകൊണ്ട് ഒടുവിൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ശേഷം സാം പോലീസിനെ അജ്ഞാതനായി വിളിച്ചെങ്കിലും ജഡ്ജിയുടെ വീട്ടിലെ രഹസ്യവാതിൽ കണ്ടെത്താനാകാതെ പോലീസ് മടങ്ങി. ഇതോടെ ദേഷ്യം വന്ന സാം നിയമം കയ്യിലെടുക്കാൻ തീരുമാനിച്ച് വീണ്ടും ജഡ്ജിയുടെ വീട്ടിൽ കയറിയെങ്കിലും പിടിയിലായി. ജഡ്ജി അവനെ ക്രൂരമായി മർദ്ദിച്ച ശേഷം സാം പിന്നീട് വീട്ടിലേക്ക് തിരിച്ചെത്തിയില്ല. അടുത്ത ദിവസം സാമിന്റെ അമ്മ അവനെ തിരഞ്ഞ് കൂട്ടുകാരനായ വില്ലിയുടെ അടുത്തെത്തി. സാമും വില്ലിയും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഇരുവരും ചേർന്നാണ് വീടുകളിൽ കയറി ചിത്രങ്ങൾ വരച്ചിരുന്നതും വില്ലി അവരുടെ സോഷ്യൽ മീഡിയ പേജ് കൈകാര്യം ചെയ്തിരുന്നതും. എന്നാൽ വില്ലിയുടെ കാമുകി ഗർഭിണിയായതിനാൽ അന്ന് രാത്രി അവന് സാമിനൊപ്പം പോകാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് സാം ഒറ്റയ്ക്കായി പോയത്. പിന്നീട് കാര്യങ്ങൾ അന്വേഷിച്ച വില്ലി ഇതിന് പിന്നിൽ ജഡ്ജിയാണെന്ന് തിരിച്ചറിഞ്ഞ് കടുത്ത ദേഷ്യത്തോടെ ഒരു രാത്രിയിൽ ജഡ്ജിയുടെ വീട്ടിൽ ഒളിച്ചുകടന്നു.